ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ പോകുന്നത് കാസർഗോഡ് ചൗക്കി കടപ്പുറത്തേക്കാണ്. അവിടെ വലിയ ഒരു കപ്പൽ കരക്കടുപ്പിച്ചിട്ടുണ്ട്. അത് എന്താണ് കരക്കടുപ്പിച്ചറിയില്ല. പിന്നെ കടലിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് കടലിൽ നിന്ന്. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനായ ഹരീഷ്, അനിൽ, അദ്ദേഹത്തിൻ്റെ കുട്ടികളും പിന്നെ വേറെ 2 കുട്ടികളും കൂടി ഒന്നിച്ചാണ് അവിടേക്ക് പോയത്. പിന്നെ മഴക്കാലമായതിനാൽ കടൽ ഭയങ്കര പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. കടൽ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നുണ്ട്. കടലിനെ അത്രയും പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. പിന്നെ ഏതോ ഒരു കോളാമ്പി പോലത്തെ സാധനം കരക്കടിഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്നറിയില്ല. മരത്തിൻ്റെ വലിയ കുട്ടകളൊക്കെ അവിടെ കരക്കടിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് മഴ ചാറി, നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊന്ന് മഴ ചാറി. ഇത്ര പേർക്ക് ആകെ ഒരു കുട ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ 3 പേരും കുടയിൽ നിന്നു. കുട്ടികളൊക്കെ മഴ നനഞ്ഞു. പിന്നെ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഒരു സാധനം, നമ്മളെ ഓക്സിജൻ സിലിണ്ടർ പോലത്തെ ഒരു സാധനം അവിടെ കിടക്കുന്ന കണ്ടു. അത് എന്താണെന്നും മനസ്സിലായില്ല. അപ്പം നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ചെയ്യുക. അതിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, മംഗലാപുരം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ അത് എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഒരു മീൻ മീനെന്നറിയില്ല. ഏകദേശം 1 കിലോളം വലിപ്പമുണ്ടാവും. കുട്ടികൾ അതിന് കോലൊക്കെ എടുത്തിട്ട് അത് ചെകിളൊക്കെ അതിനെ മറിച്ചിട്ടൊക്കെ എന്തുണ്ടാകും. അതിൻ്റെ പിന്നെ ചെകിളൊക്കെ വായലൊക്കെ കോലിട്ട് പൊളിച്ച് നോക്കുന്നുണ്ട്. പിന്നെ മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ അതിൻ്റെ വായൊക്കെ പൊളിച്ച് നോക്കുന്നുണ്ട്. വായയിൽ എന്തെങ്കിലും സാധനം ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് കുട്ടികൾ. അവർക്ക് അതൊക്കെ ഒരു രസമാണല്ലോ. പിന്നെ ഞങ്ങൾ കാണാൻ പോകുന്ന സാധനത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ടല്ലോ, ദൂരെ അതിൻ്റെ അടുത്തെത്താറായി. കുറേ നടന്നിട്ടാണ് ഞങ്ങൾ അടുക്കി എത്തിയത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോകാൻ പറ്റിയില്ല. കാരണം എന്താ പറഞ്ഞാൽ കടലും പുഴയോ ഒന്നാവുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്താണ്. ഞങ്ങൾ ഇപ്പുറത്ത് കൂടെയാണ് പോയത്. ആൾക്കാരൊക്കെ അതിൽ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ അതിലേക്ക് പോകാൻ പറ്റുന്നില്ല. കയറി ഇറങ്ങുന്നൊക്കെ വെള്ളം കടന്നിട്ട് വേണം. അപ്പോൾ ഇതിലിറങ്ങുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. ഇത് പുഴയും കടലും പോകണമെങ്കിൽ കുറേ വളഞ്ഞിട്ടൊക്കെ പോകണം. അതിന് ഞങ്ങൾ മെനക്കെട്ടില്ല. എന്തിന് എന്താണ് ആ സാധനം ഇവിടെ നിന്ന് ഇട്ടതെന്നറിയില്ല. അടുത്തുള്ള ആൾക്കാർ പറയുന്നത് അത് കേടായിട്ട് വന്നിട്ട് ഇവിടെ ഇട്ടതെന്ന്. കുറേ വെള്ളത്തിൽ